ഫോർത്ത് സെമസ്റ്ററിലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലെ ബിൽഡിംഗ് ഇൻക്ലൂസീവ് ലേണിംഗ് എൻവിറോൺമെൻറ്റ് എന്നുള്ള തേർഡ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ എങ്ങനെ ഒരു ഇൻക്ലൂസീവ് ലേണിംഗ് എൻവിറോൺമെൻറ്റ് ബിൽഡ് ചെയ്തെടുക്കാം, അതിലെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിലെ അക്സസിബിലിറ്റി കാര്യങ്ങൾ എങ്ങനെയാണ്, അതുപോലെ എല്ലാവർക്കും അക്സെപ്റ്റ് ആവുന്ന രീതിയിൽ എല്ലാവർക്കും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള യൂണിവേഴ്സൽ ഡിസൈൻസിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ് യൂണിവേഴ്സൽ ഡിസൈൻ, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, വേരിയസ് ഡിസൈൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ക്ലാസ് റൂമാണല്ലേ. അപ്പോൾ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. സോ അതാണ് അക്സസിബിലിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നമ്മൾ കൊടുക്കുന്ന സർവീസ് ആയിക്കോട്ടെ, അത് എല്ലാവരിലേക്കും അക്കോമഡേറ്റ് ചെയ്യാൻ, എല്ലാവർക്കും അക്സസിബിൾ ആവുന്ന രീതിയിൽ വേണം. അതാണ് കോൺസെപ്റ്റ് ഓഫ് അക്സസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം പണ്ട് കാലത്ത് അധികം ബൈക്ക് മാത്രമായിരുന്നു അല്ലേ. അതായത് പൊതുവേ ആണുങ്ങൾ യൂസ് ചെയ്യുന്ന ബൈക്ക് മാത്രമേ ഉണ്ടായിരുന്നു. സോ അതിന് അത്യാവശ്യം പവറും ആവശ്യമാണ്. അതുപോലെ അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ പല ലേഡീസും കുട്ടികളും അതുപോലെ മുതിർന്നവർക്കൊക്കെ അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അതിനെ മറികടക്കാനാണ് എല്ലാവർക്കും അക്സസിബിൾ ആവുന്ന രീതിയിൽ സ്കൂട്ടി എന്നുള്ള രീതി വരുന്നത്. അതും 2 വീലർ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടിയും സൈസ് കുറവാണ്, ഹൈറ്റ് കുറവാണ്, വീൽസ് കുറച്ചുകൂടി വലുതാണ്, കുറച്ചുകൂടി ബാലൻസ് ചെയ്യാൻ ഈസിയാണ്. അപ്പം ഈ ഒരു സ്കൂട്ടി വന്നതോട് കൂടിയിട്ട് 2 വീലേഴ്സ് യൂസ് ചെയ്യുന്ന ലേഡീസിൻ്റെ ആയാലും മുതിർന്നവരുടെ ആയാലും കുട്ടികളുടെയൊക്കെ എണ്ണം കൂടിയില്ലേ. അപ്പോൾ അതെന്താണ് ഒരു രീതി രണ്ടിനും ഒരേ പർപ്പസ് ആണെങ്കിൽ കൂടെ ഈസിലി അക്സസിബിൾ ആവുന്ന രീതിയിൽ നമ്മളതിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഈ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിലുള്ള കാര്യം എന്ന് പറയുന്നത്. ഓൾറെഡി കരിക്കുലം അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റീസ് കാര്യങ്ങളുണ്ടെങ്കിൽ കൂടെ അത് എല്ലാവർക്കും യൂസ് ആവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അതിനൊന്ന് മോഡിഫൈ ചെയ്യണം. അതാണ് അക്സസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും അക്സസ് ആവുന്ന രീതിയിലാണ് യൂണിവേഴ്സൽ ഡിസൈൻസ് വരുന്നത്. അതായത് യൂണിവേഴ്സൽ ഡിസൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിലവിലുള്ള കാര്യങ്ങളെ തന്നെ മോഡിഫൈ ചെയ്തിട്ട് യൂണിവേഴ്സലി എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ, എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന പോലെ, വൈഡ് റേഞ്ച് പോസിബിലിറ്റീസ് ഉള്ള പോലെ എന്ത് ചെയ്യാം, മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഡിസൈൻസ് നടത്താം. ഇപ്പോൾ നമ്മൾ സ്കൂട്ടിയുടെ കേസ് പറഞ്ഞു. അപ്പോൾ സ്കൂട്ടി ഒരിക്കലും ഒരു യൂണിവേഴ്സൽ ഡിസൈനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എല്ലാവർക്കും അക്സസിബിലിറ്റി ഉള്ള ഒരു അക്സസിബിൾ ഡിസൈൻ ആണെങ്കിലും അതൊരു യൂണിവേഴ്സൽ അക്സെപ്റ്റബിൾ ഡിസൈനായിട്ട് നമ്മൾ പറയുന്നില്ല. ബിക്കോസ് ഇപ്പോൾ നമുക്കറിയാം ഒരു ലോങ് റൈഡിന് നമുക്ക് സ്കൂട്ടി യൂസ് ചെയ്യാൻ കഴിയില്ല അല്ലേ. അതുപോലെ ഒരു ഹിൽ ഏരിയയിൽ പോകണമെങ്കിലും സ്കൂട്ടി പോലെയുള്ള വെഹിക്കിൾസൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമുക്ക് പ്രോപ്പർ ബൈക്ക് കാര്യങ്ങൾ തന്നെ വേണം. പക്ഷേ ഈ എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങൾ നടക്കാൻ ഈ ഒരു സ്കൂട്ടി മതി. പക്ഷേ അത് യൂണിവേഴ്സലി അക്സസിബിൾ ഡിസൈൻ അല്ല. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് അക്സസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, നമുക്ക് ഇപ്പം സ്ക്രീനിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും അല്ലേ, നോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കി വായിക്കാൻ പറ്റും. അപ്പോൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യുക, സ്ക്രീൻ റീഡർ എന്നുള്ള ഓപ്ഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ എന്താണ്, സ്ക്രീനിൽ എന്താണോ കൊടുത്തത് അത് നമുക്ക് ഫോൺ റീഡ് ചെയ്ത് തരും അല്ലേ. അപ്പോൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കും എന്താണോ വായിക്കാനുള്ളത് അത് കേട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബ്രെയിലി ഡിവൈസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് എല്ലാവർക്കും എല്ലാം അക്സസിബിളാണ്. അതുപോലെ തന്നെ ഈ ഡിസ്ലേഷ്യൊക്കെ ഉള്ളവർക്ക്, അതായത് ഈ ഒരു കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇന്നിപ്പോൾ ഓഡിയബിൾ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ വിഷന് ബുദ്ധിമുട്ടുള്ളവർക്ക്, അതായത് എന്തെങ്കിലും ലോ വിഷനൊക്കെ ഉള്ളവർക്ക് ഇന്ന് സൂമിങ് ഓപ്ഷനൊക്കെ ഉണ്ട് അല്ല, മാഗ്നിഫിക്കേഷൻ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി സൂം ചെയ്ത് ലാർജ് ലെറ്റേഴ്സായിട്ട് കാണാൻ പറ്റും. അപ്പം ഈ രീതിയിൽ ഒരുപാട് യൂസസ് നമുക്ക് ഉണ്ട്. സോ അതൊക്കെയാണ് യൂണിവേഴ്സൽ ഡിസൈൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് യൂണിവേഴ്സൽ ഡിസൈനിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അക്സെപ്റ്റ് ആവുന്ന രീതിയിൽ നമ്മൾ നടത്തുന്ന ഡിസൈൻസ്, അപ്രോച്ച്, ഇതൊക്കെയാണ് യൂണിവേഴ്സൽ ഡിസൈൻസിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിൻ കാര്യം വെച്ചാൽ എല്ലാവർക്കും അക്സസിബിൾ ആവണം, യൂസബിൾ ആവണം, ആൻഡ് ഇൻക്ലൂസീവും കൂടെ ആവണം. അതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈക്വലി യൂസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ട് എല്ലാവർക്കും ഈക്വലി യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ഇൻ യൂസ് ആയിരിക്കണം. അതായത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ. ഇപ്പം ഒരു വീഡിയോ ആണ് നമ്മൾ പ്ലേ ചെയ്യുന്നതെങ്കിൽ ക്യാപ്ഷൻ്റെ വീഡിയോ ഉണ്ടാക്കുക. അപ്പോൾ എന്താണ്, ഹിയർ ഇമ്പയർമെൻ്റ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോ കണ്ട് ക്യാപ്ഷൻ വായിച്ച് മനസ്സിലാക്കാം. ഇനി ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം, ആ ഓഡിയോ കേട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിൽ എല്ലാവർക്കും അക്സെപ്റ്റ് ആവുന്ന രീതിയിൽ കൊണ്ടുവരാം. അതേപോലെ എല്ലാവർക്കും ഈക്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ. ഇപ്പം ഒരു മെസ്സിലോ അല്ലെങ്കിൽ ക്ലാസ് റൂമിലോ ബെഞ്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റബിൾ ബെഞ്ച് വെക്കാം. അപ്പോൾ നോർമൽ സ്റ്റുഡൻസിനും അത് യൂസ് ചെയ്യാം. അതുപോലെ വീൽ ചെയറിലൊക്കെ വരുന്ന സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ബെഞ്ചിലേക്ക് മാറിയിരിക്കാതെ തന്നെ ഡെസ്ക് അവരുടെ ഹൈറ്റിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യാം. സോ അത് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണല്ലോ. സോ അതൊക്കെയാണ് യൂണിവേഴ്സൽ ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ
സിമ്പിൾ ആൻഡ് ഇൻറ്റ്യൂറ്റീവ് ആയിരിക്കണം. അതായത് ഭയങ്കര നല്ല ഐഡിയയും അതുപോലെ തന്നെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇപ്പം എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നോളേജ് വേണ്ടിയവർക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പം അതെല്ലാവർക്കും ഈസിലി അക്സസിബിൾ ആവാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പം സിമ്പിളായിട്ട് സിമ്പിൾ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം, ക്ലിയർ ആയിട്ട് വേണം അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ലോ ഫിസിക്കൽ എഫേർട്ട്. നമ്മളൊരു ഡിവൈസസ് കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാവരെയും ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫിസിക്കൽ എഫേർട്ട് കുറയുന്ന രീതിയിൽ. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഓട്ടോമാറ്റിക് ഡോർസ് അല്ലേ. നമ്മൾ സെൻസർ വെച്ചിട്ടാണ് നമ്മളത് പുഷ് ചെയ്യേണ്ടയോ പുൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് സെൻസ് ചെയ്തിട്ട് ആളുകൾ വരുമ്പോൾ എന്ത് ചെയ്യും, ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് അല്ലേ. ഡിസബിലിറ്റി ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ അത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസൈൻസ് ഉണ്ടാക്കുന്ന സമയത്ത് അപ്രോപ്രിയേറ്റ് സൈസും അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് സ്പേസും യൂസ് ചെയ്യുന്നതാവണം. അതായത് ഇപ്പം പണ്ട് കാലത്ത് നമുക്കറിയാം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു റൂം ഫുള്ളായിട്ടായിരുന്നുള്ളൊരു കമ്പ്യൂട്ടർ. ഇപ്പോൾ അത് കുറഞ്ഞ് വന്ന് എന്തായിട്ട് നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു രൂപത്തിലായല്ലേ. അപ്പോൾ എന്താണ്, അതിൻ്റെ ആവശ്യക്കാർ കൂടി, അത് ഈസിലി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് കൊണ്ട് നടന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു യൂസ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രിൻസിപ്പിൾസ് എന്ത് വേണം, ഒരു യൂണിവേഴ്സൽ ഡിസൈൻസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, എക്വിറ്റബിൾ യൂസ് ആവണം, ഫ്ലെക്സിബിലിറ്റി ആവണം, സിമ്പിളായിരിക്കണം, അതുപോലെ തന്നെ ലോ ഫിസിക്കൽ എഫേർട്ട് മതി, അതുപോലെ ഭയങ്കര ഈസി ആയിട്ട് എല്ലാവർക്കും അക്സസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ യൂണിവേഴ്സൽ ഡിസൈൻസ് തന്നെ നമ്മൾ ഡിഫറെൻറ്റ് രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, വേരിയസ് എൻവിറോൺമെൻറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇൻഡിവിജ്വലൈസ്ഡ് ലേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഡിഫറൻഷ്യേറ്റഡ് ആക്ടിവിറ്റീസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് കൊളാബറേഷനും കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് എടുക്കാനും റിഫ്ലക്റ്റീവ് പ്രാക്ടീസിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡിൽ നമുക്ക് യൂണിവേഴ്സൽ ഡിസൈൻസ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വലൈസ്ഡായിട്ട് പഠിക്കാനും അവരുടെ സ്പീഡിൽ പഠിക്കാനും. അപ്പോൾ നമ്മൾ ഒരു യൂണിവേഴ്സൽ ഡിസൈൻസ് വെച്ചിട്ട് എന്തെങ്കിലും വെബ്സൈറ്റ്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്താൽ സ്ലോ ലേണേഴ്സിന് എന്തെങ്കിലും വീണ്ടും ആ വീഡിയോസൊക്കെ നോക്കി പഠിക്കാമല്ലേ. അതുപോലെ വീണ്ടും നമുക്ക് പഠിക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറൻഷ്യഡ് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ഡിഫറെൻറ്റ് നേച്ചറിൽ പഠിക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്തിട്ട് ലേണിംഗ് ആക്ടിവിറ്റീസ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ അസസ്മെൻറ്റ് ഫീഡ്ബാക്ക് പ്രോസസ്സിനെ ഇത് കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു യൂണിവേഴ്സൽ ഡിസൈൻസ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് ലേണിംഗ് കാര്യങ്ങളെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.